എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ടുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാനായിട്ട് പോകുന്ന കോടതി വിധിയൊക്കെ വരുവാണ് ചിപ്പിമോളുടെ കാര്യത്തില്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ഇഷിതയുടെ മഹേഷിന്റെ കല്യാണം നടത്താനായിട്ട് മാഷും രാമനാഥനും ഒക്കെ തീരുമാനം എടുക്കുന്നുണ്ട്. അങ്ങനെ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ കല്യാണ മേളമാണ് ഇനിയിപ്പോ വരാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കോടതിയിലേക്ക് മഹേഷും ഇഷിതയൊക്കെ വരുന്നുണ്ട്. കാരണം അന്നാണ് കോടതിയിലെ ഡിവോഴ്സ് കേസ് വിളിച്ചിരിക്കുന്നത്. മഹേഷ് വന്നപ്പോ ചിപ്പിമോൾ ഓടിച്ചെന്ന് മഹേഷിനെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. മഹേഷിനാണെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇന്ന് തന്റെ മോളെ കിട്ടൂലോ. കാരണം സ്വാഭാവികമായിട്ടും ഡിവോഴ്സിന് വേണ്ടിട്ട് മ്യൂച്വൽ പെറ്റീഷനിൽ ഒപ്പിടാനായിട്ട് മഹേഷ് തയ്യാറായ തന്നെ തന്റെ മോളെ വിട്ട് കിട്ടൂലോ എന്നൊരു സന്തോഷത്തോട് കൂട്ടാം. രജനി അങ്ങനെ ഒരു എഗ്രിമെന്റ് വെക്കുകയും ചെയ്തായിരുന്നു. വക്കീലിന് മുൻപിൽ അങ്ങനെ ഒരു എഗ്രിമെന്റ് പേപ്പർ സൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്തായിരുന്നു. ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു മഹേഷിന്. അങ്ങനെ കോടതിയിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ മഹേഷിന്റെ ഉള്ളിൽ ടെൻഷൻ ഉണ്ട്. ഇഷ്ടത വന്നിരിക്കുന്ന രജനിയോടൊപ്പം കക്ഷി ചേരാനാണോ? അങ്ങനെയാണെങ്കിൽ തനിക്കെതിരെ മൊഴി കൊടുക്കോ? മൊഴി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. കാരണം എഗ്രിമെന്റ് പ്രകാരം മോളെ തനിക്ക് വിട്ടു തരാന്ന് രചന ഒപ്പിട്ടിരിക്കുന്ന. അതുകൊണ്ട് പിന്നെ ആ കാര്യത്തിൽ പേടി വേണ്ടല്ലോ. അങ്ങനെ അവിടെ കോടതിയിലേക്ക് ചെല്ലുക. അങ്ങനെ കോടതി കേസ് വിളിച്ചു രചനയുടെ മഹേഷിന്റെ. അങ്ങനെ കോടതി അവരോട് ചോദിച്ചു, നിങ്ങൾ പരസ്പരം പിരിയാൻ തീരുമാനിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ പിരിയാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോ എന്ന് പറഞ്ഞപ്പോ അവർക്ക് പിന്നീട് ഡിവോഴ്സ് കൊടുക്കുകയാണ്. കാരണം പരസ്പരം അവരെ അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടിയിട്ട് ഒപ്പിട്ട് കൊടുത്തായിരുന്നല്ലോ പെറ്റീഷന്. പിന്നെ അവർക്ക് ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞപ്പോ കുട്ടിയുടെ കാര്യത്തിലാണ്. അപ്പൊ കുട്ടിയുടെ കാര്യത്തിൽ രചന പറഞ്ഞു, എനിക്ക് എന്റെ കുട്ടിയെ വേണമെന്ന് പറയണം. ഇത് കേട്ടത് മഹേഷ് ഒന്ന് ഞെട്ടി. കാരണം കുട്ടിയെ വിട്ട് തരാന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ ഡിവോഴ്സ് പേപ്പറെ സൈൻ ചെയ്യിച്ചേ. അപ്പൊ അതൊരു ചതിയായിരുന്നുള്ള കാര്യം മഹേഷിന് മനസ്സിലായി. എന്തെങ്കിലും കുതന്ത്രം ഇയാൾ ഇവിടെ ഇറക്കുന്നു മഹേഷ് സംശയം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നടന്നത്. കാരണം രചനയും ആകാശം കൂടെ ചേർന്ന് ചതിക്കുകയോ ചെയ്ത മഹേഷിനെ. മഹേഷ് ഒരു നിമിഷം ഞെട്ടിപ്പോയി. പെട്ടെന്ന് മഹേഷ് പറഞ്ഞു, അല്ല, കുഞ്ഞിന്റെ കാര്യത്തില് എനിക്ക് തീരുമാനമുണ്ട്. കുഞ്ഞിനെ ചെറുതിൽ ഇട്ടിട്ട് പോയതാ. എനിക്ക് എന്റെ കുട്ടീനെ വേണം എന്ന് മഹേഷും പറയണം. മഹേഷിന്റെ വക്കീലും വാദിച്ചു. അവസാനം കുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എത്തിയില്ല. കോടതി പറഞ്ഞു, കുട്ടിയുടെ കേസ് അടുത്ത ദിവസത്തേന് മാറ്റി വെച്ചിരിക്കുന്നു. അതുവരെ കുട്ടി അമ്മയോടൊപ്പം കഴിയട്ടെ, അതിനുശേഷം ഒരു വിധി പറയാന്ന് പറയുവാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിനെ പിന്നെ എന്ത് ചെയ്യണം നടത്തില്ല. സമനില എത്തുന്ന പോലെ തോന്നി. കാരണം ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് വന്നത്. ചിപ്പിമോളെ കൊണ്ടുപോകാം, സ്വന്തമാക്കാം എന്നൊരു പ്രതീക്ഷ മഹേഷിനുണ്ടായിരുന്നു. പക്ഷെ ഒറ്റ നിമിഷം കൊണ്ട് ആ തകർന്ന് തരിപ്പണമായിപ്പോയത്. ഒരു നിമിഷം ഇഷിതയ്ക്കും വല്ലാത്ത വിഷമമായിപ്പോയി. ഇഷിത രചനയ്ക്കൊപ്പം കക്ഷി ചെയ്യാനായിട്ട് വന്നാണ്. പക്ഷെ അന്ന് ഇഷിതേനെ വിസ്തരിച്ചും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം അത് പിറ്റേ ദിവസത്തേനെ കേസ് മാറ്റി വെച്ചോണ്ട്, അതുകൊണ്ട് അന്ന് ഇഷിതേനെ വിസ്തരിക്കാത്തോണ്ട് ഇഷിത ഇറങ്ങി പോരുവാണ്. ആ സമയത്ത് ഇഷിതയുടെ മനസ്സിലും വല്ലാത്തൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായി. മഹേഷിന്റെ ആ നിപ്പും ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇഷിതയ്ക്ക് സങ്കടമായി പോയിട്ടുണ്ട്. ആ സമയം രാമനാഥൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ചിപ്പിമോളെയും കൊണ്ട് ചെല്ലാന്നും പറഞ്ഞിട്ടാ വീട്ടിൽ നിന്ന് പോന്നിരിക്കുന്നത്. അപ്പൊ ചിപ്പിമോളെ ഇന്ന് ആ കൂടെ വിട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്ത വിഷമം. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് രാമനാഥനോട് പറഞ്ഞു, അവൻ ചതിച്ചെന്ന് പറയാണ്. ആകാശ് ചതിച്ചെന്ന് പറഞ്ഞപ്പോ രാമനാഥൻ പറഞ്ഞു, അവന് ഇതല്ല ഇതിലപ്പുറം ചെയ്യും. അവനും അവളും കൂടെ ചേർന്ന് കളിച്ച കളിയാന്ന് പറയണേ. ഇത് കേട്ട് മഹേഷോട് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാന്ന് പറയാ. ഇത് കേട്ട രാമനാഥൻ പറഞ്ഞു, വേണ്ട മോനെ, ഇപ്പൊ ഈ കോടതി വളപ്പിൽ വെച്ച് ഒരു പ്രശ്നം ഉണ്ടാകണ്ട, അത് ശരിയാവത്തില്ലെന്ന് പറയണ. ഈ സമയം ചിപ്പിമോളെ ആയോടൊപ്പം പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ചിപ്പിമോളെ മഹേഷിനെ കൊണ്ട് ഓടി അങ്ങോട്ട് വരികയാണ്. നമുക്ക് പോയാലോ ഡാഡിന്ന് ചോദിക്കുക. ഈ ചോദ്യം കേട്ടതും മഹേഷിന് എന്ത് ഉത്തരം പറയണമെന്ന് അറിയില്ല. മഹേഷ് അത് പിന്നെ ഡാഡി പിന്നെ ഒരു ദിവസം കൊണ്ടാന്ന് പറയണം. വേണ്ട, എനിക്ക് ഡാഡിയോടെ വന്നേ മതിയുള്ളൂ, ഞാൻ വരുമെന്ന് പറയണം. അപ്പത്തേനും രാമനാഥനെ കൂടെ ചിപ്പിമോളുണ്ട്. അച്ചച്ച, ഞാനും വരും അങ്ങോട്ട്, എന്നെ ഇവരുടെ കൂടെ വിടണ്ടാന്ന് പറയണം. ആ സമയം ആകാശം രചനയും കൂടെ അങ്ങോട്ട് വരുവാണ്. രചന ചിപ്പിമോളെ വിളിച്ച് വരാൻ പറയണം. ഇല്ല, ഞാൻ വരത്തില്ല, ഞാൻ എന്റെ ഡാഡിയുടെ കൂടെ പോകണമെന്ന് പറയണം. അവിടെ മഹേഷ് പറഞ്ഞു, മോള് പോയിക്കോ മോളെ, ഇനി പിന്നെ ഡാഡി കൊണ്ടാന്ന് പറയണം. ഇല്ല, എനിക്ക് എന്റെ ഡാഡിയുടെ വന്നാൽ മതി എന്ന് പറയണം. ഈ സമയം ആകാശ് രചനയോട് പറഞ്ഞു, പോയി കുട്ടീനെ വിളിച്ചുകൊണ്ടിരാൻ പറയണം. അവൻ ആ അധികാരത്തോട് പറഞ്ഞ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല മഹേഷിന്. മഹേഷ് പെട്ടെന്ന് തല്ലാനായിട്ട് അങ്ങ് പോയി കഴിയുമ്പോൾ രാമനാഥൻ കയ്യിലേക്ക് കയറി പിടിച്ചു. വേണ്ട മോനെന്ന് പറഞ്ഞുകൊണ്ട് കൈ തടുക്കുക ചെയ്തേ. പിന്നീട് ചിപ്പിമോളെ ബലമായിട്ട് പിടിച്ച് കയറ്റിക്കൊണ്ട് പോവാ കാറിലേക്ക്. ഈ കാഴ്ച ഇഷിത കണ്ടങ്ങോട്ട് ഇറങ്ങി വരുന്നേ. ഇഷിതയ്ക്ക് വിഷമമായിപ്പോയി. കാരണം ചിപ്പിമോള് വല്ലവായി കിടന്ന് കരയുക. പക്ഷെ രജനി ആകാശം അതൊന്നും കേൾക്കാനായിട്ട് കൂട്ടാക്കിയില്ല. ബലമായിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയി. ആ കരച്ചില് മഹേഷിന്റെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരുന്നു. ചിപ്പിമോളുടെ കരച്ചില്, എന്നെയും കൂടെ കൊണ്ടുപോടാടി, എന്നെ വിടല്ലെന്നും പറഞ്ഞോണ്ട്. പിന്നീട് ഇഷിത കാറിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മാഷ് ചോദിച്ചു, എന്തായി മോളെന്ന് ചോദിക്കാം. കുഞ്ഞിന്റെ കാര്യത്തിലൊരു തീരുമാനം ആയില്ല അച്ഛാ. കാരണം
വിധി പറയാനായിട്ട് മാറ്റി വെച്ചിരിക്കുക. ചിപ്പിമോളുടെ കേസിന്റെ വിധി അതായിട്ടില്ല എന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പം ചോദിച്ചു, അല്ല മോളെ വിസ്തരിച്ചോന്ന് ചോദിക്കും. ഇല്ല, അടുത്ത തവണ ഉള്ളെന്ന് തോന്നിയെന്ന് പറയണം. എന്നാ ശരി, വാ നമുക്ക് പോവാന്ന് പറയണം. അപ്പോഴേക്കും തകർന്ന് തരിപ്പണമായ രാമനാഥൻ അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. മാഷ് പറഞ്ഞു, പാവം രാമനാഥൻ ഇത്ര ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കുഞ്ഞിനെ കൊണ്ടുപോകാന്നുള്ള ഒരു സന്തോഷത്തോടു കൂടി വന്നാന്ന് തോന്നേ. ആ മുഖം കണ്ടാൽ അറിയാന്ന് പറയണം. ഇത് കേട്ടപ്പോ ഇഷ്ടത പറഞ്ഞു, പിന്നെ അയാളുണ്ടല്ലോ മഹേഷ്, അയാളുടെ അഹങ്കാരം ഇത്തിരി കൂടുതലാ, അതുകൊണ്ടാന്ന് പറയണം. ദേ മോളെ, അങ്ങനൊന്നും പറയരുത്. ഒന്നുമില്ലല്ലോ അച്ഛനല്ലേ. ചിപ്പിമോളെന്ന് വെച്ചാ ദേ ആ മഹേഷിനും ജീവനാന്ന് എനിക്ക് തോന്നുന്നേ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങളെന്ന് പറയാണ്. പിന്നീട് അവരങ്ങോട്ട് പോവാ. ഈ സമയം മഹേഷ് രാമനാഥനോട് പറഞ്ഞു, അച്ഛനൊരു കാര്യം ചെയ്യാം, ഞാൻ അച്ഛനെ വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാം, എനിക്ക് അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറയാണ്. അങ്ങനെ രാമനാഥനെ കൊണ്ട് വീട്ടിലിറക്കി വിട്ടിട്ട് മഹേഷ് നേരെ പോകുന്ന രചനയുടെ വീട്ടിലേക്കാണ്. ഈ സമയം രചനയെ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ചിപ്പിമോളുടെ കാര്യത്തില് മഹേഷിന്റെ ഒരു പണി കൊടുക്കാൻ പറ്റി. ഡിവോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് രചന അന്ന് ആ പേപ്പർ എഗ്രിമെന്റ് പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുത്തത്. ഒരു കാരണവശാലും ചിപ്പിമോളെ താൻ വിട്ടുകൊടുക്കില്ല, മഹേഷിന് കിട്ടത്തില്ല എന്നൊരു സന്തോഷം ഉണ്ടായിരുന്നു രചന. അങ്ങനെ രചന ആകാശം സന്തോഷിച്ച് വീട്ടിലേക്ക് വരുവാണ്. ചിപ്പിമോൾക്ക് ഭയങ്കര വിഷമം. വീട്ടിലേക്ക് വന്ന ഉടനെ ചിപ്പിമോള് വിഷമിച്ചങ്ങോട്ട് പോയി മാറി നിൽക്കുമ്പോഴത്തേനും രചന ആകാശിനെ കെട്ടിപ്പിടിച്ചു. അതെ, ഇന്ന് മുതല് ഞാൻ സ്വതന്ത്രയാണ്, ഇനി നമ്മൾ അടുത്ത ദിവസം നമ്മുടെ വിവാഹം എന്ന് പറയാ. ഇത് കേട്ട് ആകാശ് പറഞ്ഞു, അത് ഉറപ്പായിട്ട് നടക്കും, നമ്മൾ രണ്ടിലുള്ള വിവാഹം നടക്കും എന്ന് പറയണം. എത്രയോ കാലത്തെ ആഗ്രഹമാ. അങ്ങനെ മഹേഷ് നമ്മുടെ മുന്നിൽ കൂപ്പുകുത്തി എന്ന് പറയണം. പിന്നീട് സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിച്ച് അവർ നിൽക്കണം. ആ സമയത്താണ് അവര് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ അതിഥി അങ്ങോട്ട് വരുന്നേ. മഹേഷ് അങ്ങോട്ട് കയറി വരുവാണ്. ഇത് അവരൊട്ടും പ്രതീക്ഷിച്ചില്ല. മഹേഷ് അങ്ങോട്ട് കയറി വന്ന് കഥ തുറന്നു കൊടുക്കുമായിരുന്നു. മഹേഷ് കഥ തള്ളി തുറന്നങ്ങോട്ട് കയറി വന്ന് ഇപ്പൊ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന രംഗാ കണ്ടേ. മഹേഷ് പറഞ്ഞു, എനിക്കറിയായിരുന്നടാ നീ ചതിക്കൂന്ന് എനിക്കറിയായിരുന്നു. നീ അത്രയ്ക്ക് വൃത്തിയായിട്ടവനാ. നീ ഇവളും കൂടി ചേർന്ന് എന്റെ മോളെ തട്ടിയെടുക്കാനുണ്ട്. പക്ഷെ ഇനി ആകാശേ, ഇനി മഹേഷ് നിന്നെ വിടാൻ പോകുന്നില്ല. ഇത്രയും കാലം ഒളിച്ചും പാത്തുള്ള യുദ്ധമാണെങ്കിൽ ഇനി തുറന്ന യുദ്ധം തന്നെയാ നടത്താൻ പോകുന്നേ എന്നും പറഞ്ഞങ്ങ് ചെന്നിട്ട് അവന്റെ കർമ്മത്തിന്റെ രണ്ടെണ്ണം കൂടി പൊട്ടിച്ചു. എടാ, ആണുങ്ങളെ പറഞ്ഞ വിലയ്ക്ക് വാക്ക് വേണോടാ, അല്ല നിന്നെ പോലെ ആണും പെണ്ണും കെട്ടവനായി പോവരുത്. ദേ ഇപ്പൊ നിന്നോടും കൂടെ പോന്നെ രചനയോട് പറയാ, നിന്റെ കർണത്തടിച്ച് എന്റെ കൈ നാറും, അതുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്നില്ല. രണ്ടെണ്ണം കിട്ടിയെന്നതിനെ കൂട്ടിക്കും. നിന്റെ വീട്ടിൽ വന്ന് നിന്നെ കയറി ഞാൻ തല്ലിയിരിക്കുന്നേ. നീ ആർക്കാണെന്ന് വെച്ചുകൊണ്ട് പരാതി കൊടുക്കോ, എന്ത് വെള്ളം ചെയ്യാൻ പറയണം. എന്റെ മോളെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ എല്ലാത്തിനെയും കൊന്നു കുഴിച്ചു മുടും. ഇതാ മകേഷ പറയണ, അറിയാലോ, ഏതറ്റം വരെ പോകാനും ഞാൻ സമ്മതം എന്റെ മോൾക്ക് വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നീ അനുഭവിക്കാൻ പോകുന്നുള്ളെന്ന് പറയണ. നീ ഇതുപോലത്തെ ചതിയും കുതന്ത്രം ചെയ്ത് എനിക്കറിയാം. ഇവളെ പോലെ ഒരുത്തിന് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടല്ലടാ നീ ഇങ്ങനെ ചെയ്തേ. കണ്ടോ നീ സൂക്ഷിച്ചോ, ഇവൻ കണ്ടോ അധികം വൈകാതെ നിനക്കിട്ട് നല്ല 8ന്റെ പണി തന്നിരിക്കും. ഈ മകേഷ പറയുന്നേ, അന്ന് നീ കാലക്കീഴിലേക്ക് കരഞ്ഞുകൊണ്ട് വരുന്ന ഒരു നിമിഷം ഉണ്ടായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടൻ രചന പറഞ്ഞു, എന്റെ വീട്ടിൽ വന്നിരുന്ന എന്നെ പറയണോ? നിന്റെ വീടോ? നിന്റെ വീടെന്നൊക്കെ നിനക്ക് തോന്നല് മാത്രമല്ലേ ഉള്ളൂ. അധികം വൈകാതെ നിനക്ക് ആ കാഴ്ചകളൊക്കെ കാണേണ്ടി വരും. ദേ നീയൊക്കെ എന്ത് കൂത്താട്ടം നടത്തിയാലും കുഴപ്പമില്ല, പക്ഷെ എന്റെ മോളെ എനിക്ക് കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ ദേ ഈ മഹേഷ് ആരാ നീ അറിയാൻ പോകുന്നുള്ളൂ എന്നും പറഞ്ഞിട്ട് മഹേഷ് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. വീട്ടിൽ ചെന്നല്ലേ ആകാശിന് തല്ലിയിട്ടിരിക്കുന്നത്. ആകാശിന് ഇതിപ്പോ ഒരു നാണക്കേട് വേറെയില്ല. ആകാശ് അവരെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് രചന പറഞ്ഞു, വേണ്ട ആകാശ്, ഇപ്പൊ നമ്മളൊന്നും ചെയ്യാൻ പോകണ്ട. ദേ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവട്ടെ. ചിപ്പിക്കാണ് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം 2 അടി ആകാശിന്റെ കണ്ണത്തിന് കിട്ടിക്കഴിഞ്ഞപ്പോ ചിപ്പിക്ക് സന്തോഷം. ചിപ്പി അവിടെ നിന്ന് ചിരിക്കുവാണ്. തന്റെ അച്ഛൻ എന്താളും ഹീറോ എന്ന് ചിപ്പിമോൾക്ക് മനസ്സിലായി, സൂപ്പർ ഹീറോ എന്ന് മനസ്സിലായി. ചിപ്പിമോള് ഭയങ്കര സന്തോഷത്തോടിട്ടാണ് അകത്തേക്ക് കയറിപ്പോണേ. പിന്നീട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും രാമനാഥനോട് സ്വപ്നം വിളിച്ചല്ല, മോളെന്തിയെ, മോളെ കണ്ടില്ലോ എന്ന് പറയണം. അല്ല അത് പിന്നെ ഞാൻ കാര്യം പറ രാമ, മോളെന്തിയെന്ന് ചോദിക്കണം. മോള് വന്നില്ല എന്ന് പറയാം. അതെന്താ? പിന്നീട് ആ കോടതിയിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയണം. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ രാമ, അവള് ചതിക്കൂന്ന്. അവളുടെ സ്വഭാവം അറിഞ്ഞോണ്ടല്ലേ മഹേഷ് പോയി തല വെച്ചു കൊടുത്തേ. അവൻ അനുഭവിച്ചോട്ടെ, അവനോട് എത്ര പറഞ്ഞാലും അവൻ അനുസരിക്കില്ല. ഇപ്പൊ കണ്ടില്ലേ, അവളുടെ യഥാർത്ഥ സ്വഭാവം കാണിച്ചില്ലേ. അവളെ വെറുതെ വിടാനായിട്ട് പോകുന്നില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയാണ്. വേണ്ട സ്വപ്നം, ഇപ്പൊ നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ട. ഇനി അടുത്ത ദിവസം കോടതി വിളിപ്പിച്ചിട്ടുണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് നോക്കാന്ന് പറയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേണ് മഹേഷ് അങ്ങോട്ട് വരുന്നത്. മഹേഷ് ആകെപ്പാടെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ മഹേഷ് ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല, കുഞ്ഞിനെ കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയാണ് അസ്തമിച്ചിരിക്കുന്നത്. പിന്നീട് മഹേഷിന് തകർന്ന മുഖം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രാമനാഥനും വല്ലാത്ത വിഷമമായിപ്പോയി. ഒരുപക്ഷെ കോടതി ഇനിയിപ്പോ കുഞ്ഞിനെ വിട്ടുകയാണെങ്കിൽ ഇവന്റെ കല്യാണം കഴിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ കുഞ്ഞിനെ നോക്കാനായിട്ട്, കാരണം അമ്മയുടെ കൂടെ കുഞ്ഞിനെ വിട്ടുകൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം മഹേഷിന്റെ കൂടെ മഹേഷിന്റെ ഒരു കൂട്ടെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇപ്പൊ താങ്ങും തണലുമായിട്ട് ആരെങ്കിലും കണ്ടേനം. പക്ഷെ തന്നെയായി പോയല്ലോ എന്നൊരു ചിന്ത രാമനാഥനെ വല്ലാതെ അലട്ടി. അങ്ങനെ പതിവ് പോലെ തന്നെ വൈകുന്നേരം രാമനാഥൻ താഴെ പോയി ഇരിക്കുകയാണ്. ആ സമയത്താണ് മാഷ് അങ്ങോട്ടേക്ക് വരുന്നത്. മാഷ് ഒന്ന് രാമനാഥന്റെ അടുത്തിരുന്നു.
പിന്നെ അവര് സംസാരിക്കണം. മാഷ് ചോദിച്ചു, അല്ല ഇന്ന് വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടല്ലേ പോയതല്ലേന്ന് ചോദിക്കുക. അതെ, ചിപ്പിമോളെ കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ആ ആകാശം രചനയും ചേർന്ന് ചതിച്ചെന്ന് പറയാണ്. മാഷ് പറഞ്ഞു, അതെ വിഷമിക്കണ്ട രാമ, നമുക്കുള്ളതാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാ, കുറച്ച് തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നടക്കേണ്ടതാണെങ്കിൽ അത് മംഗളകരമായിട്ട് നടക്കുക തന്നെ ചെയ്യുമെന്ന് പറയാണ്. പിന്നീട് എനിക്ക് മോന്റെ വിഷമം ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മാഷ് പറഞ്ഞു, അതുപോലെ തന്നെ എനിക്ക് എന്റെ മോളുടെ കാര്യത്തില് വല്ലാത്ത ടെൻഷൻ എന്ന് പറയാ. രാമനാഥൻ പറഞ്ഞു, ഇഷിത ഡോക്ടർ നല്ലതല്ലേ, പാവല്ലേ, നല്ല പെൺകുട്ടിയാണ്, നല്ല സ്വഭാവ ഗുണങ്ങളൊക്കെ ഉള്ളതെന്ന് പറയാ. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ രാമനാഥ, കാരണം കല്യാണം കുറെ വന്നെങ്കിലും അവൾക്കൊന്നും അങ്ങോട്ട് സെറ്റ് ആകുന്നില്ലെന്ന് പറയാണ്. ഞങ്ങൾക്കും പ്രായമായി വരുമല്ലേ, ഞങ്ങൾക്കും അവളെ കുറിച്ച് ആദ്യമുണ്ട്. കാരണം ഡോക്ടറാണ്, എല്ലാം ഉണ്ട്, സാമ്പത്തിക എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അതും കൊണ്ടായില്ലല്ലോ, അവൾക്കൊരു കുടുംബം വേണ്ടേ, അവൾക്കൊരു കുഞ്ഞുണ്ടാവത്തില്ല എന്നൊരു സത്യം അറിയാം. അതുകൊണ്ട് ഇനിയിപ്പോ അവളെ കല്യാണം കഴിക്കാൻ വരുന്നവരും അതൊക്കെ ഉൾക്കൊണ്ട് വരുന്ന ഒരാളായിരിക്കണം. അങ്ങനെ ആരെങ്കിലും ഇന്നത്തെ കാലത്ത് അങ്ങനെ തയ്യാറാൻ വരുമോ, അല്ലെങ്കിൽ ഇവരുടെ രണ്ടാം അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിരിക്കണം. പക്ഷെങ്കിൽ അവൾക്ക് അതിനോടും താല്പര്യമില്ല, അവളുടെ മനസ്സിനിണങ്ങണ്ടേ, നമ്മൾ ഒരാളെ കെട്ടി ഏൽപ്പിച്ച് വെക്കാൻ പറ്റില്ലോ എന്ന് പറയാം. അത് കേട്ടതും രാമനാഥൻ പറഞ്ഞു, എന്റെ അവസ്ഥ ഇതുപോലെ തന്നെയാന്ന് പറയണം. പിന്നീട് കുറെ സമയം ആലോചിച്ചിട്ട് മാഷി വെച്ചു, അല്ല രാമനാഥ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്താ? എന്റെ മോളും രാമനാഥന്റെ മോനും സെയിം, കാരണം അവരുടെ രണ്ടുപേരുടെയും വിഷമങ്ങൾ ഏകദേശം സെയിം. രണ്ടുപേർക്കും ചിപ്പിമോളെ കുറിച്ചുള്ള ആദിയുണ്ട്. എന്റെ മോൾക്കാണെങ്കിൽ എപ്പോഴും ചിപ്പിമോളെ കുറിച്ചുള്ള ആദികളാ. കാരണം ചിപ്പിക്ക് എന്തെങ്കിലും സംഭവിക്കുക അല്ലെങ്കിൽ ചിപ്പിയുടെ മനസ്സ് വേദനിക്കുക എന്നുള്ള ആദ്യം വ്യാധിക്ക് അവൾക്ക് എപ്പോഴും ഉണ്ടെന്ന് പറയാം. ഇത് കേട്ട രാമനാഥൻ പറഞ്ഞു, അവനും അതെ, എന്റെ മോനും അതൊക്കെ തന്നെയാ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ രാമനാഥൻ, എന്തുകൊണ്ട് അവരെ തമ്മിൽ ഒന്നിപ്പിച്ചു കൂടാന്ന് ചോദിക്കുക. എന്നിട്ട് രാമനാഥൻ ചോദിച്ചു, അല്ല മാഷ് എന്താ ഉദ്ദേശിച്ചേ? അല്ല എന്റെ മോൾക്ക് മാഷിന്റെ മോനെ തരുമെന്ന് ചോദിക്കുക. ഇത് കേട്ടതും രാമനാഥൻ എന്തെന്നില്ലാത്ത സന്തോഷം. രാമനാഥൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്റെ മോന് മാഷിന്റെ മോളെ തരുമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവർ തമ്മിൽ ആ ഒരു തീരുമാനത്തിൽ എത്തുകയാണ്. കാരണം രണ്ടുപേരെയും കൂടെ ഒന്നിപ്പിക്കുവാണെങ്കിൽ ചിപ്പിമോളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ചിപ്പിമോളെ കിട്ടുകയും ചെയ്യും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇഷിത നല്ല പൊന്നുപോലെ നോക്കുകയും ചെയ്യും. ഇഷിതയുടെ സങ്കടങ്ങളും വിഷമങ്ങളും മാറുന്ന മാഷിനും അറിയാം. പക്ഷെ ഇത് അവരോട് പറയാനായിട്ടൊരു പടി, അവരൊരു പക്ഷേങ്കിലും സമ്മതിക്കുമോന്ന് അറിയത്തില്ല. രാമനാഥൻ പറഞ്ഞു, ഞാൻ എന്റെ മോനോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ഇത് മാഷും പറഞ്ഞു, ഞാൻ അവളോട് എന്റെ മകളോടൊന്ന് സംസാരിച്ചു നോക്കാന്ന് പറയാണ് ഇതിനെക്കുറിച്ച്. പിന്നീട് അവര് വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്നതിന് ശേഷം പിന്നെ മാഷ് ഇഷിതനെ വിളിക്കുന്നുണ്ട്. ഇഷിതനെ വിളിച്ചോണ്ട് പോയിട്ട് മഹേഷിനെ കുറിച്ച് പറയുന്നുണ്ട്, ചിപ്പിമോളെ കുറിച്ചും മഹേഷിനെ കുറിച്ചൊക്കെ പറയാണ്. എല്ലാം കേട്ടിഞ്ഞപ്പോ ഇഷിത പറഞ്ഞു, അതൊന്നും ശരിയാകത്തില്ല. അച്ഛൻ അറിയാലോ, ഒരു കാരണവശാലും എനിക്ക് അയാൾ സെറ്റാകത്തില്ല. അയാളെന്ന് പറഞ്ഞാൽ ഒരു കുശാഗ്ര ബുദ്ധിക്കാരന, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും മാഷ് പറഞ്ഞു, മോളെ അതൊക്കെ നിനക്ക് തോന്നല. കാരണം അവൻ പാവം, അവൻ നല്ലവനവന്, അവന്റെ സ്വഭാവം, അവന് പുറമെ ഇങ്ങനെ പരിക്കനാണെങ്കിലും ഉള്ളിൽ അവൻ പാവ. അതുകൊണ്ടല്ലേ ചിപ്പിമോൾ അവനെ അത്ര അന്ധമായിട്ട് സ്നേഹിക്കണമെന്ന് ചോദിക്കുക. എന്നാലും വെച്ചാ ഞാൻ മോളോട് ചോദിച്ചെന്നുള്ളൂ, മോളുടെ ഇഷ്ടം എന്താണെന്ന് ചെയ്യുക. കാരണം ആ കുഞ്ഞിന്റെ ജീവിതം നല്ലല്ലേ, എന്നാണെങ്കിലും നിനക്കൊരു കല്യാണം കഴിക്കണം. ഒരു പക്ഷെങ്കിൽ ചിപ്പിമോളുടെ അമ്മയാന്ന് വെച്ചാൽ അതൊരു ഭാഗ്യമല്ലേന്ന് ചോദിക്കുക. നീ അവളെ അത്രത്തോളം സ്നേഹിക്കുന്നില്ലെന്ന് ചോദിക്കുക. ഇഷിതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ കാര്യം തന്നെ രാമനാഥൻ മഹേഷിനോടും പറയണം. മഹേഷ് എതിർത്തു, അവളെ പോലെ പെണ്ണിന് ഒരു കാരണവശാലും ഞാൻ എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമെന്ന് പറയാം, അവൾ ഭയങ്കര അഹങ്കാരിയാന്നൊക്കെ പറയണം. ഇത് കേട്ടാൽ രാമനാഥൻ പറഞ്ഞു, അതൊക്കെ നിനക്ക് തോന്നുന്ന മോനെ, അവള് നല്ല കുട്ടിയാ, ഞാൻ കണ്ടേ വെച്ച് നല്ല പെൺകുട്ടിയാ. ചിപ്പിമോളെ പൊന്നുപോലെ നോക്കും. മാത്രമല്ല അവൾക്കൊരു കുഞ്ഞുണ്ടാകാനും പോകുന്നില്ല. അതുകൊണ്ട് ഇനിയിപ്പോ ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ചിപ്പിമോളെ സ്വന്തം മോളെ പോലെ നോക്കി അവള് വളർത്തും. ചിപ്പിമോൾക്കും അവള് അമ്മയെ പോലെ തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മഹേഷിനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് പറഞ്ഞൊരു കാര്യം ചെയ്യാം, നിങ്ങൾ രണ്ടുപേരും സംസാരിക്കാൻ പറയാണ്. മഹേഷിനാണെങ്കിൽ ഇഷിതയുടെ സഹായം വേണം. ഇനിയിപ്പോ കോടതിയിൽ ഇഷിതയുടെ സഹായം ഉണ്ടെങ്കിൽ ചിപ്പിമോളെ തനിക്ക് കിട്ടുവോളെന്ന് അറിയാം. മഹേഷ് ഞാനൊന്ന് ആലോചിക്കട്ടെ അച്ഛന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് മഹേഷും ഇഷിതയും തമ്മിൽ കാണുവാണ്. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പം മഹേഷ് ഇഷിതയോട് പറഞ്ഞു, എന്റെ മോളെ കുറിച്ച് അറിയാലോ, എനിക്ക് എന്റെ മോളെ വേണം, അതിന് എന്ത് കോംപ്രമൈസിന് ഞാൻ തയ്യാറാ. നിങ്ങള് മൊഴി കൊടുക്കുവാണെങ്കിൽ എന്റെ മോളെ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മൊഴി കൊടുക്കുമെന്ന് അവസാനം ചോദിക്കുവാണ്. വാവിട്ട് ചോദിച്ചു പോവാ, വേറെ നിവൃത്തിയില്ല. കാരണം അങ്ങനെ കിട്ടുവാണെങ്കിൽ എനിക്ക് ഒത്തിരി പുണ്യം കിട്ടും. കാരണം എന്റെ മോളെ ഞാൻ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. ഒരു പക്ഷെ ഇന്ന് വരെ ഞാൻ ഇതുപോലെ എന്റെ മനസ്സ് ആരുടെ മുന്നിൽ തുറന്നിട്ടില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ. കാരണം അമ്മ ഇട്ടിട്ട് പോയി കഴിഞ്ഞിട്ട് ഞാൻ അവളെ വളർത്താനായിട്ട് എത്രമാത്രം പെടാപ്പാട് വിട്ടണമെന്നറിയാവോ. എന്റെ അമ്മയാണ് അവളെ നോക്കി വളർത്തിയത്. പക്ഷെ ആ സമയത്ത് കുറെ കാലം ഞാൻ അവളുടെ മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരുമായിരുന്നു. കാരണം രചനേനെ എനിക്കൊരു ഓർമ്മ വന്നേ. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്ത എത്ര വലിയ തെറ്റാന്നുള്ള കാര്യം. പക്ഷെ ഇപ്പോഴെന്റെ ജീവനേക്കാൾ ഉപരി ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇഷിതയുടെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇനി കോടതി കൂട്ടുന്ന സമയത്ത് ഇഷിത ഒരു മൊഴി കൊടുക്കുമെന്ന് ചോദിക്കുക. എല്ലാം കേട്ട് ഞാൻ ഇഷിത പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറയാണ്. അങ്ങനെ
ഇഷിതയുടെ മനസ്സിൽ മഹേഷ് കടന്നുകൂടുകയാണ്. അതുപോലെ തന്നെ മഹേഷിന്റെ മനസ്സിൽ ഇഷിത. ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്ന ഒരുപക്ഷെ അവര് തമ്മിൽ ഒന്നിക്കാനായിരിക്കും. പക്ഷെ ഒന്നിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇനി രചന ആകാശം എന്തെങ്കിലും തന്ത്രമായിട്ട് വരുമെന്നും പറയാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ ശോഭയുടെ പരോള് അതിനു വേണ്ടിയിട്ട് ഇഷിത ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. ശോഭയ്ക്ക് പരോള് കിട്ടണം, എങ്കിൽ മാത്രമേ മറിഞ്ഞു കിടക്കുന്ന പല സത്യങ്ങളും പുറത്തു വരുവുള്ളെന്ന് ഇഷിതയ്ക്കറിയാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഹസീനയും കൂട്ടി ശ്രമിക്കുന്നുണ്ട് ഇഷിത. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ഇനിയത്തെ സിറ്റിംഗ് വിളിച്ചു കഴിയുമ്പോൾ ഉറപ്പായിട്ടും ചിപ്പിമോളെ മഹേഷിന് കിട്ടും. കാരണം ഇഷിത പോയി മൊഴി കൊടുക്കുകയും ചെയ്യും. അപ്പൊ അതിന്റെ നല്ല നല്ല വിശേഷങ്ങളൊക്കെ നമുക്ക് കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.